ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫാട്ടോ ഞാനിവിടെ എടുത്തിരിക്കണത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വെല്ലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് മുഴുവനായിട്ട് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാലപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞൊരു തക്കാളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഒന്ന് നടുകെ കീറിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണ്ടേ. 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി 1 ടേബിൾ സ്പൂണ് കല്ലുപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി എടുക്കണ്ട കേട്ടോ. നല്ല പോലെ തന്നെ തിരുമ്പി എടുക്കണം. ഇതുപോലെ തിരുമ്പിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമാണ് ചേർക്കണുള്ളൂ. ബീഫ് വെന്ത് വരുമ്പോൾ ഞാൻ ഇന്നൊരു വെള്ളം ഇറങ്ങി വരാനുണ്ടല്ലോ. അപ്പോൾ ഓവറായി കഴിഞ്ഞാൽ പിന്നെ കുക്കറിൻ്റെ പുറത്തേക്കൊക്കെ തെറിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ചതച്ചതും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കുക്കർ മാറ്റുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 വിസിലാട്ടോ മൊത്തത്തിൽ അടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടുപ്പിക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ബാക്കി 3 വിസിൽ അടുപ്പിക്കണത്. ഇപ്പോൾ 4 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ഫുള്ളായിട്ട് പോയതിന് ശേഷമായിട്ടോ ഞാൻ തുറക്കണത്. ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടും. 2 മിനിറ്റ് ഒന്ന് എല്ലാം പാടെ ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇതിലേക്ക് താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളിയാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒക്കെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ബീഫിൻ്റെ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ബീഫ് കറിയുടെ ഫ്ലെയിം ഞാൻ ഈ സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുള്ളി വാട്ടിയിട്ടോ തക്കാളി വാട്ടിയിട്ടോ ഒന്നും സമയം കളയണ്ട. അപ്പോൾ ഇങ്ങനെ ബീഫ് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇത്രയും സിമ്പിളായ ബീഫ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്കും ഷെയറൊന്നും മറക്കരുതേ. താങ്ക്